ഹായ് ഹലോ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ അല്ലേ. അപ്പം നമുക്കൊരു വേൾഡ് കപ്പ് തീം ഗ്ലാസ് മിറർ വർക്ക് ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് എയർ ക്ലേ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു ബോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം വൈറ്റ് എയർ ക്ലേൻ്റെ മുകളിൽ ബ്ലാക്ക് പാച്ചസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫുട്ബോളിൻ്റെ രീതിയിൽ ഷേപ്പാക്കിയിട്ട് നൈഫ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിതാ നമുക്ക് ജേഴ്സി ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് അർജൻറ്റീന ജേഴ്സി ഉണ്ടാക്കിയത്, പക്ഷേ അത് പണിപാളി. ബ്ലൂവിൻ്റെ മുകളിൽ വൈറ്റ് പാച്ചസ് ഒട്ടിച്ചത് നേരെ തിരിച്ചായിരുന്നു വേണ്ടത്. സാരില്ല, നമുക്ക് ഒട്ടിക്കാം. ഇനിതാ നെയ്മറിൻ്റെ ജേഴ്സി ഉണ്ടാക്കുകയാണ്. യെല്ലോ എയർ ക്ലേയിൽ ഗ്രീൻ വെച്ചിട്ട്. ഇനി അതുപോലെ തന്നെ റൊണാൾഡോൻ്റെതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ജേഴ്സി എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എയർ ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ജേഴ്സിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്രീൻ ലൈന് ഷോൾഡറിൻ്റെ ഭാഗത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 7 എന്നുള്ള നമ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണല്ലോ, അങ്ങനെ മനസ്സിലാക്കണം. അത്ര പെർഫെക്റ്റ് ഒന്നല്ല, എന്നാലും നമുക്ക് ഓക്കെ വെക്കാം. ഇനി ഇതാ അടുത്ത മെസ്സിൻ്റെ ഇതിൽ 10 എന്നുള്ള നമ്പറും നെയ്മറിൻ്റെ ജേഴ്സിയിലും 10 എന്നുള്ളത് നമ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുണ്ടാക്കിയ ജേഴ്സിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് മിറർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗത്തും ഫെവിഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശേഷം ഇതാ ബ്രൗൺ എയർ ക്ലേ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മളുണ്ടാക്കിയ ഓരോ ജേഴ്സിയില്ലേ, അത് ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടി മോൾഡിൽ ഉണ്ടാക്കി. നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബോൾ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് മോൾഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായില്ലെന്നുള്ള കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.